അവൻ ഷർട്ടില്ലാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണോ പറയുന്നത്? ഞങ്ങളുടെ ഏട്ട മനഃപൂർവ്വം വീഴ്ത്തിയൊന്നുമല്ല. അത് സാരല്ലേ, വിട്ടേക്കുന്നേ. ഒരു തുണി കൊണ്ടുവന്നത് തുടച്ചാൽ അതങ്ങ് പോവില്ലേ? ഞാൻ തുടക്കേട്ടാ. വേണ്ട മോളെ. ഈ വീട്ടിലെ മരുമകളാവാൻ പോകുന്ന നീ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ വെളിയിൽ നിന്ന് വന്നവർക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ നോക്കിയാൽ നീ തന്നെ തുടയ്ക്കണം. തുടയ്ക്കാം. ഏട്ടാ വേണ്ട ഏട്ടാ, ഏട്ടന്റെ ക്ഷമയെ ഇവര് മനഃപൂർവ്വം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല മോളെ. നമ്മൾ ചെയ്ത തെറ്റ് അറിയാതെ സംഭവിച്ചതാണെങ്കിലും ആ തെറ്റ് തിരുത്തുക തന്നെ വേണം. നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. എൻ്റെയും ശിവാനിയുടെയും വിവാഹ നിശ്ചയം നടന്ന അന്ന് നീയും അവളും മുറിക്കുള്ളിൽ പോയി ഒരുപാട് ആഹ്ലാദിച്ചതല്ലേ? ആ ഓർമ്മയിലാ ഞാനിത് ചെയ്തത്. നീ ആ സംഭവം ഇതുവരെ മറന്നില്ലെങ്കിൽ ആ സംഭവം നിന്റെ മനസ്സിൽ പതിഞ്ഞു എന്നാണ്. അത് നീ മനസ്സിലാക്കിയാൽ നല്ലത്. ഷട്ടിൽ വീണ ഈ കറയുണ്ടല്ലോ, തുടച്ചാലങ്ങ് പോവും. പക്ഷെ നിന്റെ മനസ്സിനകത്തുള്ള കറ അത് തുടച്ചാൽ പോവില്ല. അമ്മേ, മകളെ വിളിച്ചുകൊണ്ടുവരൂ. മകളും കൂടെ വന്നിട്ട് കുറച്ചു നേരം മഞ്ഞളടിക്കുകയാണെങ്കിൽ വളരെ ശുഭകരമായിരിക്കും. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം പൂജാരി. അങ്ങനെ ആകട്ടെ അമ്മേ. ശിവാനി, ശിവാനി, നീ എവിടെയാ മോളെ? ശിവാനി, ശിവാനി, ശിവാനി. ചേച്ചി, നമുക്കും ശിവാനിയെ കൂട്ടിയിട്ട് വരാം. വാ. അമ്മായി, 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 എന്ത് പറ്റി അമ്മായി? അമ്മായിക്ക് സുഖമില്ലേ? അമ്മായി എന്ത് പറ്റി? അമ്മായി പേടിയാവുന്നു. ശ്വാസം എടുക്കാൻ വയ്യ. എന്താ അമ്മായി, എന്താ ഉണ്ടായി? ശിവാനി, ശിവാനി കാണാനില്ല. ഞാൻ പോയി ഏട്ടനോട് പറഞ്ഞിട്ട് വരാം.
ഏട്ടാ, എന്താ മോളെ? ശിവാനി വീട്ടിലില്ല. നീ എന്താ മോളെ ഈ പറയുന്നത്? അതെ ഏട്ടാ, ശിവാനിയെ കാണാനില്ല. നിന്റെ സഹോദരിയുടെ കല്യാണം നടക്കണമെങ്കിൽ എന്റെ പേരക്കുട്ടി ശിവാനിയുടെ കല്യാണത്തില് ഒരു തടസ്സവും വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. എല്ലായിടത്തും നോക്കിയായിരുന്നു. ഞങ്ങൾ നോക്കിയതാ. അമ്മായി ടെൻഷൻ അടിച്ച് കരഞ്ഞോണ്ടിരിക്കുക ഏട്ടാ. വാ നോക്കാം. ഭരതരാജ, പെണ്ണിനെ വിളിക്കാൻ പോയിട്ട് ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ. ഇനിയും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇനിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നോ എന്തോ. നമ്മൾ വന്നിട്ട് ഇത്രയും സമയമായി ഇനിയും ഒരുങ്ങിയില്ലെന്നോ? ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. വരുവമ്മേ. വാ. സ്വന്തം മകളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാതെ അച്ഛാ, മൂത്ത മകളുടെ ചരമദിനത്തെ കുറിച്ച് ഓർക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്ക്. ഇനി ആലോചിക്കേണ്ട കാര്യമില്ല മോളെ. ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിന്നെ നിർബന്ധിച്ച് കല്യാണം നടത്തിക്കുന്നത് കാണാനുള്ള ശക്തി പോലും എനിക്കില്ല. അതുകൊണ്ട് നീ ഈ വീട് വിട്ടോടും തന്നെ പറ്റണം മോളെ. മോളെ ശിവാനി, എൻ്റെ മോൾ എവിടെയായിരുന്നായിരുന്നു സന്തോഷവതിയായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം മാത്രമേ എനിക്ക് ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ. 2, ഞാൻ ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി യാത്ര പറയാൻ തീരുമാനമെടുത്തപ്പോൾ. ഞാൻ മരിച്ചാലും ശരി, എൻ്റെ ശവം പോലും കാണാൻ മോൾ ഇവിടേക്ക് വരരുത്. ഞാൻ ഗായത്രിയുടെ അടുത്തേക്ക് പോവുക. ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഈ അച്ഛൻ അവൾക്ക് തുണയായി പോയിന്ന് കരുതിക്കോളൂ. നീ നിന്റെ ആഗ്രഹം തീർച്ചയായും നിറവേറ്റണം മോളെ. നീ ആഗ്രഹിച്ച പോലെ നിന്റെ ജീവിതം നയിക്കാൻ നോക്ക്. നീ സന്തോഷമായിരിക്കണം. കുറച്ചു കാലത്തേക്ക് നിനക്ക് വിഷമം ഉണ്ടായിരിക്കും. അതിനുശേഷം പ്രകാശപൂർണമായ ഒരു ഭാവി മോൾക്കുണ്ടാകും. അത് കാണാൻ ഞാൻ ഉണ്ടാവില്ല. അമ്മാവ എന്താ ഇത്? എന്ത് മണ്ടത്തരായി കാണിക്കുന്നേ? സ്വന്തം മകളെ കാണാതായെന്നറിഞ്ഞപ്പോൾ മാനം പോകുമെന്ന് കരുതി വിഷം കുടിക്കാമെന്ന് വിചാരിച്ചോ ഗോവിന്ദരാജ? അല്ലമ്മേ, എൻ്റെ മകൾ ശിവാനിയെ ഈ വീട് വിട്ടു പോകാൻ പറഞ്ഞത്
ഞാൻ തന്നെയോ? എടാ, നീ ജനിപ്പിച്ചത് പെൺകുട്ടികളെയാ, പക്ഷെ ഞാൻ വളർത്തിയത് എൻ്റെ അന്തസ്സിനെയാ. നീ തെറ്റ് ചെയ്തു. മരിക്കാൻ തീരുമാനിച്ച എന്നെ നിങ്ങൾ കൊന്നാലും എനിക്കൊരു പ്രയാസവുമില്ല. എടാ ബാലു, രാജു, ശിവാനി വീട്ടിലില്ല. ഇല്ലെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഈ ഭാഗത്തേക്ക് ആരെയും വിടരുത്. ശരി മുതലാളി, ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ കുടുംബത്തിന്റെ അന്തസ്സിനൊപ്പം നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാ നഷ്ടപ്പെട്ടത്. ഇങ്ങനെ പോയാൽ എങ്ങനെ തല ഉയർത്തി നടക്കും? നാട്ടുകാരുടെ മുഖത്തൊക്കെ ഇനി എങ്ങനെ നോക്കും ഞാൻ? അവരുടെയൊക്കെ ചർച്ചാ വിഷയം ഇനി ഇത് തന്നെയായിരിക്കും. ആകെ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു ചെറുമകൾക്ക് കല്യാണം നടത്താൻ പറ്റിയില്ലെന്ന് നാട്ടുകാരൊക്കെ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുവേടാ. എന്താ മോനെ? ശിവാനി എന്താച്ചാ ഇനിയും വരാത്തെ? അത്ര നന്നായി ഒരുങ്ങുന്നോണ്ടാണോ? ഒന്ന് കണ്ടിട്ട് വന്നാലോ? അനിയാ, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ശിവാനി ഒന്ന് കാണാൻ പോവാ. ശിവാനി മോള് ക്ഷേത്രത്തിൽ പോയതാ. ക്ഷേത്രത്തിലാ? അതെ, ക്ഷേത്രത്തിലേക്കാ. ഞാൻ വരുമ്പോഴൊക്കെ ഇവള് ക്ഷേത്രത്തിലാണല്ലോ. ആദ്യം ആ ക്ഷേത്രത്തിലെ കാര്യം കണ്ടുപിടിക്കണം. അവളെ ശവമായിട്ടെങ്കിലും കൊണ്ടുവന്ന പൊടിച്ച മഞ്ഞളൊക്കെ അവളുടെ ശരീരത്തിൽ തേച്ച് അവളെ സുമംഗലിയായി ശ്മശാനത്തിലേക്ക് അയക്കുകയല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. മായി, നിങ്ങളൊക്കെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഗോവിന്ദനമ്മാവ, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കല്ലേ. ശിവാനി ഒരുപാട് ദൂരത്തേക്കൊന്നും പോയി കാണില്ല. അവളെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരാം. അതുവരെ ഈ കാര്യം വേറെ ആരും അറിയാതെ മാത്രം നോക്കിയാൽ മതി. ഞാൻ പോയിട്ട് വരാം. ഇതേ കണ്ണുകൾ തുടച്ചോ. ചെറുക്കൻ്റെ വീട്ടുകാരുടെ മുൻപിൽ നീ എങ്ങനെ അഭിനയിക്കുമെന്ന് ഞാൻ ഇന്ന് കാണാൻ പോവാ. എന്താ ചേച്ചി, പെണ്ണിനിയും വന്നില്ലല്ലോ? ഒരു 10 മിനിറ്റിനകത്ത് വരും. സാരി ആദ്യമായിട്ട് ഉടുക്കല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടാ. ചെറുക്കൻ്റെ ജോലി സോഫ്റ്റ്വെയറാ. സ്വത്തുക്കളും കുടുംബമഹിമയൊക്കെ ഉള്ളവരാണെന്ന് അറിഞ്ഞത്. നല്ലതുപോലെ പഠിച്ച് IAS ആവണമെന്ന് വിചാരിച്ചതാ ശിവാനി. നിന്നെ നിർബന്ധിച്ച് കല്യാണം നടത്തിക്കുന്നത് കാണാനുള്ള ശക്തി പോലും എനിക്കില്ല. അതുകൊണ്ട് നീ ഈ വീട് വിട്ടുടൻ തന്നെ പൊയ്ക്കോണം മോളെ.
ചേട്ടാ കോഫി കുടിക്കുന്നോ? അല്പം മുമ്പല്ലേ ഞങ്ങൾ എല്ലാവരും കൂൾ ഡ്രിങ്ക്സ് കഴിച്ചത്. അതിലേ തണുത്തു. വീണ്ടും എന്തിനാ ചൂടാക്കുന്നേ? മോരായാലോ? ഒന്നും വേണ്ട ചേച്ചി, നിങ്ങൾ ആ പെണ്ണെ വിളിച്ചോണ്ട് വന്നാ മതി. നമുക്ക് ആ ചടങ്ങ് ഉടനെ ആരംഭിക്കാം. ഇപ്പൊ വരും. രാധാമണി, പൊടിച്ച മഞ്ഞൾ എടുത്തു വെക്ക്, ഞാൻ ഇപ്പൊ വരാം. ശരി ചേച്ചി. അവനെവിടെ? ആ പെണ്ണെ നോക്കി എത്ര നേരം എന്ന് പറഞ്ഞാ വെയിറ്റ് ചെയ്യുന്നേ. അവൻ പുറത്തെങ്ങാനും നിൽക്കുന്നുണ്ടാവും. എപ്പോ നോക്കിയാലും ക്ഷേത്രത്തിൽ പോയെന്നാ പറയുന്നത്. അത്ര വലിയ ഭക്തിയാണെങ്കിലേ വീട്ടിൽ നടക്കുന്ന പൂജയിൽ പങ്കെടുക്കാതെ ചടങ്ങ് ഉപേക്ഷിച്ചിട്ട് എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നേ? എക്സ്ക്യൂസ് മീ, ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രം ഇല്ലേ? നേരെ പോയിട്ട് വലത്തോട്ട് പോയാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടാ. ഞാൻ പോവാ അച്ഛൻ. ഒരുപാട് ദൂരത്തേക്ക് പോവാന്ന്. അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ ഇത്രയും നേരമായിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാ അച്ഛൻ ഈ തീരുമാനം എടുത്തതെന്ന് എനിക്കറിയാം. ഇനിയും താമസിപ്പിക്കാൻ പാടില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടേ ഞാൻ അച്ഛൻ്റെ മുന്നിൽ വരുള്ളൂ. ഓട്ടോ എങ്ങോട്ടാ ചേച്ചി? എവിടെയെങ്കിലും ഒന്ന് പോ. എന്താ പറഞ്ഞേ? ആ, എന്നെ ഹൈവേ റോഡിൽ ഒന്ന് വിട്ടാൽ മതി. ആ ശരി, കയറിക്കോ. പോവാൻ ചേട്ടാ. എന്തുപറ്റി? നിങ്ങളെ ഈ വണ്ടി കൊണ്ടുപോയാൽ ഗൗതം ചേട്ടൻ ഈ ഓട്ടോ കൊണ്ട് തന്നെ എൻ്റെ നെഞ്ചി കയറ്റും. നിങ്ങൾ ഇറങ്ങുന്നതാണ് നല്ലത്. ധൈര്യം പകർന്ന എന്റെ അച്ഛന് അഭിമാനം കിട്ടുന്ന രീതിയിൽ ഞാൻ വരും. എപ്പോ? നിന്റെ അച്ഛന് ഇലയിട്ട് കാക്കയ്ക്ക് ചോറ് കൊടുക്കുമ്പോഴോ? ചേട്ടാ, എന്തിനാ ഇങ്ങനെ പറയുന്നേ? ഇന്ന് നിന്റെ ചേച്ചി ഗൗരി ഉണ്ടല്ലോ, അവള് മരിച്ചുപോയ ദിവസം മാത്രമല്ല, നിന്റെ അച്ഛൻ മരിക്കേണ്ട ദിവസം കൂടിയായിരുന്നു ഇന്ന്. അവിടെ നിന്റെ അച്ഛൻ കീടനാശിനി കഴിച്ച് മരിക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു. മനസ്സിലായോ നിനക്ക്? അദ്ദേഹത്തിന്റെ ജീവനും അഭിമാനത്തിനും ഉപരി നിന്റെ ജീവിതോളം മുഖ്യമൊന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ നീ പോലീസായി ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ നിന്റെ അച്ഛനെ നിനക്ക് ഫോട്ടോയിൽ മാത്രമേ കാണാൻ സാധിക്കൂ, ജീവനോടെ കാണാൻ സാധിക്കില്ല. അച്ഛാ,
കരയല്ലേ, നിന്റെ അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല സമയത്താ ആ റൂമിലോട്ട് പോകാൻ എനിക്ക് തോന്നിയത്. ഇന്നവിടെ മംഗളകർമ്മത്തിന് വാങ്ങിയിരുന്ന പൂജാ സാധനങ്ങൾ നിന്റെ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേനെ. എന്റെ ഭാവി ജീവിതം നന്നാവണമെന്ന് കരുതിയാ എന്നോട് പോകാൻ പറഞ്ഞത്. പക്ഷെ എന്നെ പറഞ്ഞു വിട്ടിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കുറ്റബോധത്തോടെ ജീവിക്കേണ്ടി വന്നാല്. വെറും പാവമായിരുന്ന എന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ഞാനായാനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി എന്ത് വന്നാലും ശരി ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. വീട്ടിലോട്ട് പോവാം, വാ.